ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില സപ്ലിമെൻറ്റിനെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം. നമ്മളിൽ പലരും പല ആവശ്യങ്ങൾ ഉദ്ദേശിച്ചായിരിക്കും ജിമ്മിൽ പോകുന്നത്. ചിലർക്ക് വെയിറ്റ് ലോസിംഗ് ആയിരിക്കും, ചിലർക്ക് വെയിറ്റ് ഗെയിനിങ് ആയിരിക്കും, ചിലർക്ക് മസിൽ ബിൽഡിംഗ് ആയിരിക്കും. ജിമ്മിൽ ഡയറ്റും വർക്കൗട്ടും പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സപ്ലിമെൻറ്റിൻ്റെ ഉപയോഗവും. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട 4 സപ്ലിമെൻറ്റിനെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ സിൽജു മുഹമ്മദ്, ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കൈറോപ്രാക്ടർ. ഒന്നാമതായി വേ പ്രോട്ടീൻ. മസിൽ മാസ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീൻ എന്നത് പാലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ്. നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത് അമിനോ ആസിഡ്സ് ആണ്. ഇത്തരം എസൻഷ്യലായതും നോൺ എസൻഷ്യലുമായ 20ഓളം അമിനോ ആസിഡുകൾ ചേർന്നതാണ് വേ പ്രോട്ടീൻ. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ഫൈബേഴ്സിൽ ഡാമേജ് സംഭവിക്കുന്നു. ഇത്തരം ഡാമേജ് സംഭവിച്ച മസിൽ ഫൈബേഴ്സ് റിപ്പയർ ആയി വരുമ്പോഴാണ് നമുക്ക് വലിപ്പമേറിയതും അതുപോലെ തന്നെ ഉറപ്പുള്ളതുമായ മസിൽസ് ലഭിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് മൂലമാണ് നമ്മുടെ മസിൽ മാസ് വർദ്ധിക്കുന്നത്. ഇതിന് പ്രോട്ടീൻ വളരെ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. സാധാരണ ആക്ടിവിറ്റീസ് ഒന്നുമില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ബോഡി വെയ്റ്റിൻ്റെ 1 ഗ്രാം പെർ ഡേ, അതായത് ഒരു ദിവസം 60 കിലോ ബോഡി വെയ്റ്റുള്ള ഒരാൾക്കാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ അത്യാവശ്യമാണ്. എന്നാൽ നേരെ മറിച്ച് ബോഡി ബിൽഡിംഗ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ 2 ഗ്രാം മുതൽ 3 ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസം അത്യാവശ്യമാണ്. ഇത്രയും പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും നമുക്ക് റിക്വയർമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു പ്രോട്ടീൻ പൗഡറിനെ ആശ്രയിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഹൈ ഫാസ്റ്റ് ഡൈജസ്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രോ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന ഗുണനിലവാരം കുറഞ്ഞ പ്രോട്ടീൻ ആശ്രയിക്കാതെ അത്യാവശ്യം നല്ല ടോപ്പ് ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. പ്രോട്ടീൻ പൗഡർ പോലെ തന്നെ പൗഡർ ഫോമിലുള്ള ഒരു ഡയറ്ററി സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഇത് നമുക്ക് ജ്യൂസിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മിക്സ് ചെയ്ത് പ്രീ വർക്കൗട്ടായിട്ടോ പോസ്റ്റ് വർക്കൗട്ടായിട്ടോ ഉപയോഗിക്കാം. നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ ഓവർലോഡ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിനും വെയിറ്റ് റിപ്പിറ്റേഷൻ കൂട്ടുന്നതിനും ഇത് വളരെയധികം നമ്മെ സഹായിക്കുന്നു. ക്രിയാറ്റിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് കാണുന്ന കൂട്ടുകാർക്ക് ക്രിയാറ്റിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോയുടെ ഒന്ന് കാണുക. അടുത്തതായി ഒമേഗ 3 ഫാറ്റി ആസിഡ് അഥവാ മീൻ ഗുളിക. നമ്മുടെ ശരീരത്തിൽ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാത്തതും എന്നാൽ ഏറ്റവും അധികം ശരീരത്തിന് അത്യാവശ്യം വേണ്ടതുമായ ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് അഥവാ മീൻ ഗുളിക. ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഫാറ്റി ആസിഡ്സായ EPAയും DHAയും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിലും ജോയിൻറ്റിലും ഉണ്ടാകുന്ന എല്ലാവിധ ഇൻഫ്ലമേഷൻസിനെ തടയുന്നതിനും വളരെയധികം നമ്മെ സഹായിക്കുന്നു. കണ്ണിൻ്റെയും ബ്രെയിനിൻ്റെയും കൃത്യമായ ഫങ്ഷനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പെർഫെക്ഷനും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഒമേഗ. മസിൽ റിക്കവറി കൂട്ടുന്നതിനും അതുപോലെ തന്നെ ബോൺ സ്ട്രെങ്ത് കൂട്ടുന്നതിനും ഇത് വളരെയധികം നമ്മെ സഹായിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. അടുത്തതായി മഗ്നീഷ്യം സപ്ലിമെൻറ്റ്. ജിമ്മിൽ പോകുന്ന ആളുകൾ സാധാരണയായി പ്രോട്ടീൻ പൗഡർ, ക്രിയാറ്റിൻ, ഒമേഗ ഇതിനെപ്പറ്റിയെല്ലാം കൂടുതൽ ബോധവാന്മാർ ആയിരിക്കും. എന്നാൽ അത്രയധികം ശ്രദ്ധ കൊടുക്കാതെ വിട്ടുകളയുന്ന ഒന്നാണ് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്. മഗ്നീഷ്യം എന്നത് ഒരു തരം ന്യൂട്രിയൻ്റ് ആണ്. നമ്മുടെ പൊട്ടാസ്യം, കാൽസ്യം, സിങ്ക്, ഫോസ്ഫറസ് എന്ന പോലെ തന്നെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു മിനറൽ വിഭാഗത്തിൽപ്പെടുന്ന ന്യൂട്രിയൻ്റാണ് മഗ്നീഷ്യം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന 300ഓളം ബയോ കെമിക്കൽ റിയാക്ഷൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് മഗ്നീഷ്യം. സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ഡിയുടെ കൃത്യമായ അബ്സോർപ്ഷനും അതുപോലെ തന്നെ കൃത്യമായ ആക്ടിവേഷനും മഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ്. ഇത് സപ്ലിമെൻ്റ് രൂപത്തിലല്ലാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഇതിനായി ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ ധാരാളമായി കഴിക്കുക. പിന്നെ ചിലതരം സീഡ്സ്, പംകിൻ സീഡ്സ് പോലത്തെ ചിലതരം സീഡ്സിൽ മഗ്നീഷ്യം നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൗൺ റൈസ്, ഓട്സ്, ഫിഷ്, ചിക്കൻ ഇവയിലെല്ലാം മഗ്നീഷ്യം നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ആഹാര സാധനങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു മഗ്നീഷ്യം സപ്ലിമെൻറ്റിനെ ആശ്രയിക്കേണ്ടതുണ്ട്. ഒബീസിറ്റി, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ഇത്തരം അസുഖങ്ങൾക്കെല്ലാം മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒരു കാരണമായി തീരും. നമ്മുടെ ശരീരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇതിന് നമ്മുടെ ശരീരം തന്നെ ചില സിംറ്റംസ് നമുക്ക് കാണിച്ചു തരുന്നു. ഒന്നാമതായ ക്ഷീണം, അമിതമായ ക്ഷീണം. അതുപോലെ തന്നെ മസിൽ ക്രാമ്പിങ്, മസിൽ കോച്ചി പിടിക്കുക. നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നീന്തുമ്പോഴും ഉറക്കത്തിലുമെല്ലാം നമ്മുടെ മസിൽസ് കോച്ചി പിടിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. പിന്നെ നമ്മുടെ കൺപോളകൾ പിടയ്ക്കുക, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുക, ഹൃദയമിടിപ്പ് കൂടുക,
അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് മിസ്സാവുക, ഒന്നോ രണ്ടോ. നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ് എന്ന് പറയുന്നത് ഒരു റിതമിക് സ്റ്റൈലാണ്. അതിൽ ഒന്നോ രണ്ടോ ഹാർട്ട് ബീറ്റ് മിസ്സാകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അനുമാനിക്കാം നമ്മുടെ ശരീരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന്. അപ്പോൾ ഇത്ര സിംറ്റംസ് നമ്മുടെ ബോഡി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഒരു മഗ്നീഷ്യം സപ്ലിമെൻറ്റ് ഉപയോഗിക്കുക. അപ്പോൾ സപ്ലിമെൻറ്റിനെ പറ്റി ഒരു ഏകദേശ രൂപം കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള അറിവിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.